കള്ളൻ വിജയൻ എന്ന തലക്കെട്ടോടു കൂടിയ ഫീച്ചർ കാരണമാണ് ദേശാഭിമാനി വാരാന്ത പതിപ്പ് പുറത്തിറങ്ങാതിരുന്നത് എന്ന് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എം സ്വരാജ്. ആദ്യ പേജിൽ VS-ഉം അവസാന പേജിൽ കള്ളൻ വിജയൻ എന്ന തലക്കെട്ടും വരുന്നത് അനാവശ്യ ചർച്ചകൾക്ക് ഇടയാക്കുമെന്നും സെക്രട്ടേറിയറ്റിൽ എം സ്വരാജ് പറഞ്ഞു. AK സ്റ്റെഫിൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നമുക്കൊപ്പം സ്റ്റെഫിൻ, ഗുഡ് മോർണിംഗ്. എം സ്വരാജ് കഴിഞ്ഞ ദിവസം ഇതെല്ലാം നിഷേധിക്കുകയാണ് ചെയ്തത്. നിങ്ങൾ തന്നെ പറഞ്ഞതുപോലെ സാങ്കേതിക കാരണങ്ങളാണ് ഇതിന് കാരണം. നിങ്ങളുടെയും പലരുടെയും പത്രങ്ങൾ സാങ്കേതിക കാരണങ്ങളാൽ ഇതുപോലെ പുറത്തിറക്കാൻ കഴിയാതെ പോയിട്ടില്ലേ തുടങ്ങി പല കാരണങ്ങളും പറഞ്ഞ ശേഷമാണല്ലോ ഇപ്പോൾ ഇത് സംഭവിച്ചിരിക്കുന്നത്. എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? ഔദ്യോഗികമായി നൽകുന്ന വിശദീകരണം അതാണ്. ഇന്നലെ എം സ്വരാജ് പറഞ്ഞതാണ്. പക്ഷേ എന്നാൽ പാർട്ടി നേതൃത്വത്തിന് അത് അകത്ത് ചർച്ച വരുമ്പോൾ ആ ഒരു നിലപാടല്ല പാർട്ടി നേതൃത്വവും പ്രത്യേകിച്ചും പ്രസിഡന്റ് എഡിറ്റർ കൂടിയായ എം സ്വരാജ് സ്വീകരിക്കുന്നത്. കാരണം ഈ കള്ളൻ വിജയൻ എന്ന തലക്കെട്ടോടുകൂടി ഒരു ലേഖനം ദേശാഭിമാനി വാരാന്ത പതിപ്പിൽ പ്രസിദ്ധീകരിക്കാൻ ഇരിക്കുകയായിരുന്നു. തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് വിശദീകരിച്ചത്. ആ രണ്ട് പേജുകളിൽ ഇത്തരത്തിൽ രണ്ട് വാർത്തകൾ, VS-നെ കുറിച്ചുള്ള ഓർമ്മ കുറിപ്പും അതോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ടടുത്ത പേജിൽ കള്ളൻ വിജയൻ എന്ന തലക്കെട്ടോടുകൂടി മറ്റൊരു വാർത്ത വന്നു കഴിഞ്ഞാൽ അത് ദുർവ്യാഖ്യാനം ചെയ്യാനും അല്ലെങ്കിൽ പലതരത്തിൽ പ്രചരിക്കാനും ഒക്കെയുള്ള സാധ്യത ഉണ്ട്. അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അത് മാറ്റിയത് എന്നുള്ളതാണ് പറഞ്ഞത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, KR അജയൻ ഈ വാരാന്ത പതിപ്പിന് ചുമതല ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകനെ ആ ചുമതലയിൽ നിന്ന് ഏതായാലും മാറ്റിയിട്ടുണ്ട്. അതും ഏതായാലും സെക്രട്ടേറിയറ്റ് അംഗവും അതോടൊപ്പം പ്രസിഡന്റ് എഡിറ്ററുമായ എം സ്വരാജ് നിഷേധിക്കുകയാണ്. ഈ അജയനെ മാറ്റി നിർത്താനുള്ള കാരണം ഇന്നലത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എം സ്വരാജ് വിശദീകരിച്ചിട്ടുണ്ട്. പാർട്ടി നേതൃത്വം ഏതായാലും ഈ എം സ്വരാജും അതോടൊപ്പം തന്നെ പുത്തൽ ദിനേശൻ അടക്കമുള്ള എഡിറ്റോറിയൽ ബോർഡിലെടുത്ത തീരുമാനത്തിനൊപ്പമാണ്. ശരി, വിവരങ്ങളാണ് AK സ്റ്റെഫിൻ നൽകിയത്. ഉള്ള കാര്യം നമ്മൾ പറയുമ്പോൾ സമ്മതിച്ചു തരില്ല, എന്നാൽ തനിയെ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളാണ് AK സ്റ്റെഫിൻ നൽകിയത്. നല്ല ദിവസമായിരിക്കട്ടെ സ്റ്റെഫിന്.